വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജീവൻ എടുക്കുന്ന അസുഖമാണ് ക്യാൻസർ. രണ്ടാമത് ക്യാൻസർ ആണ്, മൂന്നാമത് ഒരു ആക്സിഡൻസ് ആണ്, നാലാമത് നമ്മുടെ കൊറോണ ഒക്കെ വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച്. അപ്പം ഈ ക്യാൻസർ വരാൻ എല്ലാവരും ക്യാൻസർ കുറേ നമ്മൾ ചുറ്റടുത്ത ആൾക്കാർ ക്യാൻസർ ചികിത്സ ക്യാൻസർ എന്നൊക്കെ കാണാം, കുറേ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ക്യാൻസർ വരുന്നതിനെക്കാട്ടി നല്ലത് വരാതിരിക്കുന്നതല്ലേ. വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ഒരു 5-6 ടിപ്സ് പറഞ്ഞുതരും. ഇത് ഫോളോ അപ്പ് ചെയ്താൽ 80% ഇങ്ങനെയുള്ള ക്യാൻസർ പോലുള്ള മാരക വരാനുള്ള ചാൻസ് കുറവായിരിക്കും. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണുക. ഞാൻ ആദ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരിക്കും പറഞ്ഞത്, പിന്നെ പുറകോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞു വരുന്നത്. കാരണം എന്ന് വെച്ചാൽ പലരും ഇത് വീഡിയോ മൊത്തം കാണുന്നൊന്നുമില്ല. അപ്പം ആദ്യം കുറച്ച് കാണുന്നവർക്കെങ്കിലും ബെനിഫിറ്റ് ആയിട്ടെന്ന് വെച്ചാൽ ആദ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നത്. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ക്യാൻസർ എന്താ സിമ്പിളായിട്ടൊന്ന് പറയാം. അതിമാരക മുഴ എന്ന അർത്ഥം വരുന്ന ക്യാൻസിനോമോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്യാൻസർ എന്ന വേർഡ് വന്നത്. നമ്മുടെ എല്ലാ ജീവനുള്ള ശരീരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ കോശങ്ങളുടെ വളർച്ച, അത് എത്രത്തോളം വളരണം, അതെല്ലാം തീരുമാനിക്കുന്നത് ഈ കോശത്തിൻ്റെ അകത്തുള്ള ജീനാണ്. ഈ ജീനുകൾക്ക് മ്യൂട്ടേഷനോ വ്യതിയാനമോ സംഭവിക്കുന്നത് മൂലം ഈ ഒരു കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരുന്നു, പെരുകുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ ഇല്ലാതെ തന്നെ പെരുകുന്നു. ഇതാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ബേസിക് സംഭവം. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കുന്നത് അവസാന ടൈമിലായിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ ചില സംഭവങ്ങൾ നമ്മളത് കൂളായിട്ട് വിടും. അങ്ങനെ കുറേ ഇഷ്യൂസ് കൊണ്ടാണ് നമ്മൾ അവസാനം ലേറ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് 3rd സ്റ്റേജിലൊക്കെ ആയിരിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ അതൊന്നുമല്ല നോക്കും, നമ്മൾ ഓരോ പോയിന്റായിട്ട് നോക്കാം. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ആൻഡ് എവർ പോയിന്റ് പലർക്കും അറിയായിരിക്കും, വ്യായാമം ചെയ്യുക. പലരും ചെയ്യാത്ത കാര്യം ഇതാണ്. നമ്മൾ ഫോണിലൊക്കെ തോണ്ടി നടക്കാൻ ഒത്തിരി സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് ഒരു ചെറിയ ടൈം മാറ്റി വെക്കാൻ പലരും തയ്യാറല്ല. ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്താൽ ക്യാൻസേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് പല പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ശരീരത്തിൽ ഈ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ കൊഴുപ്പ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പലരും മേലനങ്ങാതുള്ള പണി ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഒരു കുറ്റമായിട്ട് പറയുന്നില്ല, കാലം മാറി, കാരണം എല്ലാത്തിനും ടെക്നോളജീസ് വന്നു. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ മേലനങ്ങാതിരിക്കുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിച്ചും കൂടുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യും, കാരണം അത് ഇതുപോലെ ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും മേലനങ്ങുന്ന പണി ചെയ്യും. അപ്പോൾ അത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കൂടാൻ കാര്യം മേലനങ്ങുന്നില്ല. അപ്പം മേലനങ്ങാത്തതുകൊണ്ട് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുന്ന പലരും വിചാരിക്കും ജിമ്മിൽ പോകണം, ജിമ്മിൽ പോയാൽ മാത്രമേ വെയിറ്റ് എടുക്കണം, അതിരാവിലെ എണ്ണിക്കണം. ഇത് മാത്രമൊന്നുമല്ല വ്യായാമം. പലരും വിചാരിക്കുന്നത് ഇതാണ്. നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് വ്യായാമം ചെയ്യാം. ഈ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പലരും കട്ടയെടുത്ത് പൊക്കുന്നതും അല്ല ഡംബിൾസ് എടുത്ത് പൊക്കുന്നതൊക്കെ വ്യായാമം വെച്ചാൽ അതൊന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യാം. ജസ്റ്റ് ജോഗിങ് ചെയ്യുന്ന തന്നെ ഒരു വ്യായാമമാണ്. ഒരു അരമണിക്കൂർ വീട്ടിൻ്റെ അകത്ത് തന്നെ ചെയ്യാം. പേഴ്സണലി ഞാൻ വീട്ടിനകത്ത് തന്നെയാണ് വ്യായാമം ചെയ്യുന്നത്. എൻ്റെ ഡംബിൾസോ ഒന്നുമില്ല. ഒരു 30 മിനിറ്റ് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്, എങ്ങനെ വ്യായാമം ചെയ്യാം, എങ്ങനെ തടി കുറയ്ക്കാനുള്ള വ്യായാമം ചെയ്യാം. ദിവസവും അത് ചെയ്താൽ അടിപൊളിയാണ്. ഒരുമാതിരിപ്പെട്ടുള്ള ക്യാൻസർ മാത്രം, ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു സൊല്യൂഷനാണ്. അപ്പം നിത്യേന അരമണിക്കൂറെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. മിനിമം ഞാനൊരു 40 മിനിറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം മിനിമം ചെയ്യും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ്, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ കഴിക്കുക. നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഒരു രീതി ഞാൻ മനസ്സിലാക്കി, ചോറ് അധികം വലിച്ചു വാരി കഴിച്ചിട്ട് കറികളൊക്കെ തുള്ളി എടുക്കും. അങ്ങനെയല്ല കഴിക്കേണ്ടത്. ഡോക്ടേഴ്സ് പറയുന്നതും സയൻസ് പറയുന്നതും കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അതാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും എല്ലാം. അപ്പം മാക്സിമം അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുക. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയറുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. കാരണം ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഈ പൊണ്ണത്തടി, അമിതവണ്ണം വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യണം. ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു, വ്യായാമം. മസ്റ്റായിട്ട് വ്യായാമം ചെയ്താൽ, എത്ര വലിച്ചു വാരി കഴിക്കുന്ന ആളായാലും നിങ്ങൾ പ്രോപ്പർ വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ തടി കൂടത്തില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്കിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കുടവയർ ചാടി തുടങ്ങി. കാരണം എൻ്റെ പണി അതുപോലെ തന്നെയാണ്. അപ്പം ഇപ്പം ഞാനൊരു 2-3 മാസമായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്കുണ്ട്, നല്ലൊരു റിലാക്സേഷൻ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത 4മത്തെ പോയിന്റ്, ഉച്ചവെയിലിനെ മാക്സിമം ഒഴിവാക്കുക. കാരണം അൾട്രാ വയലറ്റ് രശ്മീസ് കൂടുതലായിട്ട് വരുന്നത് ഒരു ഉച്ച കഴിഞ്ഞ് അത് ശരീരത്തിൽ സ്കിൻ ഇട്ട് കഴിഞ്ഞാൽ അതും ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അധികം വെയിലത്തുള്ള പണിയൊക്കെ ചെയ്യുന്നവർ ഒന്ന് ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്യുക. കാരണം അധികം ഇതേക്കുന്നതും പ്രശ്നമാണ്. പിന്നെ അടുത്ത പോയിന്റ് എല്ലാവർക്കും അറിയുന്നതാണ്, പാൻ മസാല, സിഗരറ്റ് വലിയും, മദ്യപാനം. ഇതെല്ലാം പ്രശ്നമാണ്. അധികമായാൽ വൻ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ പാൻ മസാലയും സിഗരറ്റും ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പാൻ മസാലയൊക്കെ നമ്മുടെ കേരളത്തിൽ നിരോധിച്ച സംഭവമാണ്. സിഗരറ്റും ഭയങ്കര ലങ്സ് ക്യാൻസറൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. മദ്യപാനവും പ്രശ്നമാണ്. അത് അധികമായാൽ, പ്രത്യേകം ഡോക്ടേഴ്സെല്ലാം പറഞ്ഞത് മദ്യപാനം ഓവറാകുന്നതാണ് പ്രശ്നം. അപ്പം മദ്യപാനം അധികമാവരുത്. അധികമായാൽ അതും ക്യാൻസറിലേക്ക് നയിക്കും.
അടുത്ത പോയിന്റ്സ് പറഞ്ഞാൽ റിസർച്ചേഴ്സ് മനസ്സിലാക്കി നമ്മൾ റെഡ് മീറ്റ്സിന്റെ അളവ് മാക്സിമം കുറയ്ക്കാന്നാണ് പറഞ്ഞത്. അതായത് പോർക്ക്, മട്ടൺ, ബീഫ് എന്ന് പറയുന്ന റെഡ് മീറ്റ്സ് ഇല്ലേ, കൂടുതൽ മൃഗക്കൊഴുപ്പുള്ളതുകൊണ്ട് അത് കുടൽ ക്യാൻസറിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് കുറെ റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ ബീഫ് കഴിക്കേണ്ടെന്നോ ഇപ്പാടി നിങ്ങൾ ഇനി കഴിക്കണമെന്നല്ല, കഴിക്കാം, പക്ഷെ അധികമാകരുത്. പക്ഷേ അതേപടി ചിക്കൻ ആയാലും അങ്ങനെ വൈറ്റ് മീറ്റ് ഇല്ല, ചിക്കന്, താറാവ്, മീൻ, ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്, അതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. മാക്സിമം പൊരിച്ച് കഴിക്കാതിരിക്കുക, കഴിക്കാം, കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് റിസർച്ചേഴ്സ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്സ് നമ്മുടെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്താ അവരുടെ അടുത്ത് മിക്സ് ചെയ്യുന്നതും ടേസ്റ്റ് കൂട്ടാനും ഫ്ലേവർ കൂട്ടാനും ഒക്കെ കുറേ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രഷർ, ഷുഗർ, ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് ഒക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പം ഫേമസ് ആകുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, കോമഡി ചിന്തിച്ചാൽ മതി. അപ്പം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ലെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഞാൻ കഴിക്കുന്നതാണ്. കുറേ റിസർച്ചേഴ്സ് പറയുന്നത് ഈ ഒരു ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെയാണ് ക്യാൻസറും ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം കാര്യം. ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ, പ്രത്യേകിച്ച് എക്സസൈസ് ഐറ്റംസ് ഒക്കെ വേണം കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇത് വേണമെന്ന് നമ്മളുടെ വിചാരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയാൻ നിങ്ങളിത് പല വീഡിയോസിലും കണ്ടു കാണും. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം തോന്നി. എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു തീർത്താണ്. കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി നമ്മൾ വരും. എന്തായാലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ഒരു വിഷ്ണു TTM വോയിസിൽ വരുന്നു. സി യു.